ഒരു കളറ് പോയൊരു ഫോൺ കവർ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഏതൊക്കെയെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ പെയിൻറ്റ് മിക്സ് ചെയ്യാനുള്ളൊരു പാത്രം, പിന്നെ പെയിൻറ്റ് ബ്രഷ്. പെയിൻറ്റ് ബ്രഷ് എൻ്റെ അടുത്ത് സെറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ അതിന്ന് എടുത്തിട്ടുണ്ട്. അങ്ങനെ യെല്ലോവും ഗ്രീനും വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മിക്സ് ചെയ്ത് കിട്ടിയ കളർ ഇതായിരുന്നു. ഇത് ഫുൾ നമ്മൾ ആ ഫോണിൻ്റെ കവറിന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അതിന് മുമ്പ് ഞാൻ യെല്ലോ കാർഡ്ബോർഡ് പേപ്പർ കൊണ്ടൊന്ന് എനിക്ക് വേണ്ട പാറ്റേൺ ഒന്ന് വരച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് ഫുള്ള് പെയിൻറ്റ് ചെയ്തെടുക്കുക. ഞാൻ 2 ലെയറായിട്ടാണ് പെയിൻറ്റ് ചെയ്തത്. ഫസ്റ്റ് യെല്ലോ പിന്നീട് ഗ്രീൻ, അങ്ങനെയാണ് ഞാൻ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ പെയിൻ്റൊക്കെ ചെയ്തിട്ട് ഈ ടേബിളുമായിട്ടുള്ള പെയിൻ്റൊക്കെ ഒന്ന് ക്ലോത്ത് വെച്ചിട്ടൊന്ന് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പെയിൻ്റൊക്കെ ചെയ്ത് ഡ്രൈ ആയതിൻ്റെ ശേഷം ഞാൻ വീണ്ടും യെല്ലോ കാർഡ്ബോർഡ് പേപ്പർ കൊണ്ടൊന്ന് ആ പാറ്റേൺ തന്നെ വരച്ചെടുത്തു. കാരണം പെയിൻറ്റ് ചെയ്തപ്പോൾ ആദ്യം വരച്ച പാറ്റേണൊക്കെ മാഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ഹാർട്ട് ഷേപ്പാട്ടോ വരച്ചിട്ടുള്ളത്. ഹാർട്ട് ഷേപ്പ് വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഹാർട്ട് ഷേപ്പ് ആകുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഡോട്ട്സാണ് ഇട്ട് കൊടുത്തത്. ഹാർട്ട് ഷേപ്പ് ആ ബ്രഷ് കൊണ്ട് കഴിയണില്ലായിരുന്നു. പിന്നെ ഞാൻ മറ്റേ ബ്രഷ് എടുത്തത് ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഡോട്ട്സ് ആയിട്ട് അങ്ങനെ നമ്മൾ ഫോണിൻ്റെ കവറൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ള കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.